ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. അതാണ് സുഭാഷിതം 10:22. ഇറ്റ് ഈസ് ദ ലോർഡ്സ് ബ്ലെസ്സിങ്സ് ദാറ്റ് മേക്സ് യു വെൽത്തി, ഹാർഡ് വർക്ക് മേക്സ് യു നോ റിച്ചർ. കർത്താവിൻ്റെ അനുഗ്രഹമാണ് ഒന്നാം സ്ഥാനത്ത് എത്തിക്കുന്നത്. കഠിനാധ്വാനം കാര്യമായി വലിയ പ്രയോജനമുള്ള സംഗതിയല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഈ അട്ടപ്പാടിയിലുള്ള പല ആളുകളെ ഞാൻ കണ്ടപ്പോൾ, അട്ടപ്പാടി മാത്രമല്ല കേരളത്തിലുള്ള പല മർക്കടമുഷ്ടികളെ ഞാൻ കണ്ടപ്പോൾ, കേരളത്തിൽ മാത്രമല്ല ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ള മർക്കടമുഷ്ടികളായ ചില ചേട്ടന്മാരെ ഞാൻ പരിചയപ്പെട്ടപ്പോൾ, മലയാളികളായ ചേട്ടന്മാരെന്താ പറഞ്ഞറിയോ? എനിക്ക് യേശുവിനെ കുറിച്ചൊന്നും വലിയ കാര്യമായിട്ടൊന്നും അറിയാൻ പാടില്ല. ആ ചേട്ടത്തിക്ക് വല്ലതും അറിയാമായിരിക്കും. ചില ചേട്ടന്മാർ കള്ളും കുടിച്ച് മൂക്കറ്റം കള്ളും കുടിച്ചിട്ട് കിറുങ്ങി പറയാണ്, ഐ ഡോണ്ട് കെയർ. യേശുവിനെക്കുറിച്ചും യേശുവിൻ്റെ സഭയെക്കുറിച്ചും യേശുവിൻ്റെ കൂദാശകളെക്കുറിച്ചും ഐ ഡോണ്ട് കെയർ. എന്ത് കെയർ? യേശുവിനെ കുറിച്ച് എനിക്കൊന്നും അറിയാൻ പാടില്ല, എനിക്ക് അറിയാൻ താല്പര്യമില്ല, എനിക്ക് താല്പര്യമില്ലാത്ത വിഷയമാണെന്നും. പിന്നെ എന്താണ് എനിക്ക് താല്പര്യമുള്ള വിഷയം എന്ന് ഞാൻ ചോദിച്ചപ്പോൾ പറയാണ്, എനിക്ക് ലേശം മദ്യം കിട്ടിയാൽ താല്പര്യമാണ്. ഹല്ലേലൂയ. ലേശം മദ്യം, അല്ലെങ്കിൽ ജഡത്തിൻ്റെ സുഖം, അല്ലെങ്കിൽ ഇത്തിരി പണം, അല്ലെങ്കിൽ ഈ അസോസിയേഷൻ്റെ ചില പരിപാടികളൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ പേരും പെരുമയും കിട്ടുന്ന ചില ഏർപ്പാടുകളുണ്ട്. അതെല്ലാം എങ്ങനെയെങ്കിലും കിട്ടുകയാണെങ്കിൽ എനിക്ക് സന്തോഷമാണ്. അല്ലാതെ യേശുവിനെ കുറിച്ച് അറിയുക, യേശുവിൻ്റെ സഭയെക്കുറിച്ച് അറിയുക, യേശുവിൻ്റെ സഭയിലെ കൂദാശകളെക്കുറിച്ച് അറിയുക, ഇതൊന്നും എനിക്ക് വലിയ വിഷയമുള്ള സംഗതിയൊന്നുമല്ല. ഐ ഡോണ്ട് മൈൻഡ്. ചില ചേട്ടന്മാർ പഠിപ്പ് മൂത്ത് കഴിയുമ്പോൾ പറഞ്ഞ അങ്ങനെയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഒരുപാട് ചേട്ടന്മാർക്കും ചേട്ടത്തിമാർക്കുള്ള വിഷയം ഇതാണ്. എനിക്കതൊന്നും വലിയ വിഷയമല്ല. സഭ എന്തായിക്കോട്ടെ, യേശു എന്തായിക്കോട്ടെ, സ്വർഗം എന്തായിക്കോട്ടെ, അത് വിഷയമല്ല. എനിക്കതിനകത്ത് വിശ്വാസമില്ല, എനിക്ക് താല്പര്യമില്ല. ഇതാണ് ചിലരുടെ അഭിപ്രായം. ചില പുസ്തകത്തിൽ ചില സാമൂഹ്യ പ്രവർത്തകർ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? ഐ ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ഗോഡ്, ബട്ട് ഐ നോ സംതിങ് അബൌട്ട് ദ മിസറി ഓഫ് മാൻ. മനുഷ്യൻ്റെ കഷ്ടപ്പാടുകളെ കുറിച്ച് ചോദിച്ചാൽ എനിക്കറിയാം, അല്ല ദൈവത്തെക്കുറിച്ച് ചോദിച്ചാൽ എനിക്കൊന്നും അറിയാൻ പാടില്ല. ഐ ഡോണ്ട് നോ എനിത്തിങ് അബൌട്ട് ഗോഡ്, ബട്ട് ഐ നോ സംതിങ് അബൌട്ട് ദ മിസറി ഓഫ് മാൻ. ചില സാമൂഹിക പ്രവർത്തകർ വലിയ അഭിമാനത്തോടെ പറയുന്ന ഒരു രീതിയാണത്. അപ്പോൾ ഇത് ഒരുപാട് ചെറുപ്പക്കാരെയും ഒരുപാട് പേരെയും ഇങ്ങനെയുള്ള ഒരു ദുഷ്ടപിശാച് ഉപദ്രവിക്കുന്നുണ്ട് എന്ന് ഈ കാലഘട്ടത്തിൽ അനേക രാജ്യങ്ങളിൽ പോയപ്പോഴും, കേരളത്തിലെ അനേക ഇടങ്ങളിൽ ചെന്നപ്പോഴും, അട്ടപ്പാടിയിൽ അനേക വീടുകളിൽ പോയപ്പോഴും എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതിലുള്ള പിശാചിൻ്റെ കെണി എന്ത് എന്ന് ഈ മണിക്കൂറിൽ നമ്മളൊന്ന് ചിന്തിക്കാൻ പോവുകയാണ്. എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഞാൻ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണോ യേശു എന്നുള്ളത്? എനിക്ക് ഇഷ്ടമില്ലെങ്കിൽ ഞാൻ സഭയെ കുറിച്ച് പഠിച്ചില്ലെങ്കിലും കുഴപ്പമുണ്ടോ? അല്ലെങ്കിൽ എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഞാൻ സഭയെ കുറിച്ച് പഠിച്ചാൽ മതിയോ? എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഞാൻ വചനം പഠിച്ചാൽ മതിയോ? എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഞാൻ പ്രാർത്ഥിച്ചാൽ മതിയോ? എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഞാൻ യേശുവിനെ അന്വേഷിച്ചാൽ മതിയോ? ഇത് ഒരു വിശ്വാസി എന്ന നിലയ്ക്ക്, ഓരോ മകനും മകളും വിശ്വാസത്തിലേക്ക് വരാത്തൊരു വ്യക്തി എന്ന നിലയ്ക്ക് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ഇത് അടിസ്ഥാനപരമായി മനസ്സിലാക്കണം. കാരണം ഇത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൻ്റെ മർമ്മത്തെ ബാധിക്കുന്നൊരു വിഷയമാണ്. ഇതിനെക്കുറിച്ച് ആദ്യം വെളിപ്പെട്ട് കിടന്ന വചനം തെസലോനിക്കക്കാർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിലെ 8-ാമത്തെ തിരുലിഖിതമാണ്. അവൻ ദൈവത്തെക്കുറിച്ച് അജ്ഞത പുലർത്തുന്നവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും എതിരായി പ്രതികാരം ചെയ്യും. അവർ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്നും അവൻ്റെ ശക്തിയുടെ മഹത്വത്തിൽ നിന്നും തിരസ്കരിക്കപ്പെട്ട് നിത്യനാശം ശിക്ഷയായി അനുഭവിക്കും. ഇത് വ്യക്തമായി പരിശുദ്ധാത്മാവ് ലോകത്തെ പഠിപ്പിച്ചൊരു സംഗതിയാണ്. താല്പര്യമുള്ളവർ മാത്രം നിത്യരക്ഷയെക്കുറിച്ച് അന്വേഷിച്ചാൽ മതി എന്നുള്ളതല്ല ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ലോകത്തെ പഠിപ്പിച്ചിരിക്കുന്നത്. ലോകത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടപ്പോൾ അനേകം പ്രവാചകന്മാരിലൂടെയും പുണ്യപിതാക്കന്മാരിലൂടെയും ദൈവത്തിൻ്റെ ആത്മാവ് ലോകത്തിലുള്ള എല്ലാ മനുഷ്യരോടും പറഞ്ഞിരിക്കുന്ന ദൈവികമായ ഒരു വെളിപ്പാട് 2 തെസലോനിക്ക ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 8-9 വാക്യങ്ങളിൽ പഠിപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു
ശക്തരായ ദൂതന്മാരോടുകൂടെ അഗ്നിജ്വാലകളുടെ മധ്യേ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ ദൈവത്തെക്കുറിച്ച് അജ്ഞത പുലർത്തുന്നവർക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും എതിരായി നടപടിയുണ്ടാകും. അവർ കർത്താവിന്റെ സന്നിധിയിൽ നിന്ന്, അവന്റെ ശക്തിയുടെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് തിരസ്കരിക്കപ്പെട്ട് നിത്യനാശം ശിക്ഷയായി അനുഭവിക്കും. തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ 2-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, സത്യത്തിൽ വിശ്വസിക്കാതെ അനീതിയിൽ ആഹ്ലാദിച്ചവരെല്ലാം ശിക്ഷയ്ക്ക് വിധിക്കപ്പെടും. വേറൊരു വാക്കി പറഞ്ഞാൽ അജ്ഞാനി നാശത്തിലേക്ക്. എനിക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ വചനം കേൾക്കാം, എനിക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കും, എനിക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ പള്ളിയിൽ പോകും, എനിക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ കുമ്പസാരിക്കും, എനിക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ ധ്യാനം കൂടും. ഇത് മർക്കടമുഷ്ടി സ്വഭാവമാണ്. ഇത് തന്നിഷ്ട പ്രകൃതിയാണ്. ദൈവത്തെക്കുറിച്ച് അജ്ഞത പുലർത്തിയിട്ട് അത് വീമ്പടിക്കേണ്ട ഒരു വിഷയമല്ല. എൻ്റെയും നിങ്ങളുടെയും കുടുംബത്തിലേക്ക് ശീഘ്രനാശം വിളിച്ചു വരുത്തുന്ന ഒരു തിന്മയാണ് ദൈവത്തെക്കുറിച്ചുള്ള അജ്ഞത. 2 സഹോദരങ്ങൾ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? അവര് ഒരു കിണർ കുഴിച്ചു, ആ കിണറിൽ വെള്ളം കിട്ടുന്നില്ല. വീണ്ടും കുഴിച്ചു, അത് പാറ വീണ്ടും കുഴിച്ചു, 6-7 കോല് താത്തി, വെള്ളമില്ല. അപ്പോൾ അവർ ഒരുമിച്ചിരുന്ന് ദൈവത്തോട് ചോദിക്കുകയാണ്. അപ്പോൾ ദൈവം തൻ്റെ ആത്മാവിനയച്ച് ആ കുടുംബത്തിന് വെളിപ്പെടുത്തി കൊടുത്ത സംഗതിയുണ്ട്. നിങ്ങളുടെ ദൈവമായ കർത്താവുമായി അനുരഞ്ജനപ്പെട്ട് ദൈവത്തിൻ്റെ ജ്ഞാനം നിങ്ങളിലേക്ക് നിറയാനും ദൈവത്തിൻ്റെ ഇടപെടൽ നിങ്ങൾക്കുണ്ടാകാനും തടസ്സമായി നിൽക്കുന്ന പാപങ്ങൾ ഉപേക്ഷിച്ചാൽ, മദ്യപാനം ഉപേക്ഷിച്ചാൽ, ആ തന്നിഷ്ടപ്രകാരം ഉപേക്ഷിച്ചാൽ, കോപസ്വഭാവം ഉപേക്ഷിച്ചാൽ, ആ മർക്കടമുഷി സ്വഭാവം ഉപേക്ഷിച്ചാൽ അവിടെ ദൈവത്തിൻ്റെ അത്ഭുതം ഉണ്ടാവും. വേറൊരു വാക്കി പറഞ്ഞാൽ, ഇന്ന് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി സ്വർഗം നൽകിയിരിക്കുന്ന ആ രക്ഷയായ യേശുവിൻ്റെ ശക്തി പ്രകടമാകാത്തതിൻ്റെ ഒരു കാരണം യേശുവിനെ കുറിച്ചുള്ള അജ്ഞത ഹൃദയങ്ങളിൽ, കുടുംബങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളതാണ്. യേശുവിനെ കുറിച്ച് സ്വർഗം ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്ന ഒരു സംഗതി ഇങ്ങനെയാണ്: ഇതാ പിതാവായ ദൈവം ലോകത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രക്ഷ എന്നാണ് യേശുവിനെ കുറിച്ച് ലൂക്കായുടെ സുവിശേഷത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ നാം കാണുന്നത്. അവിടെ യേശു ക്രിസ്തുവിനെ ദേവാലയത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഹനുവേലിൻ്റെ പുത്രിയും ആഷേർ വംശജയുമായ അന്ന പ്രവാചികയും അവിടെ ഉണ്ടായിരുന്ന ശിമയോൻ എന്ന ദൈവാത്മാവ് നിറഞ്ഞ മനുഷ്യനും അവർ ദൈവത്തിൻ്റെ ആത്മാവിനെ നിറഞ്ഞ് മുന്നോട്ട് വന്ന് യേശുവിനെ കണ്ടിട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, ഈ ശിശു ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷയാണ്. ഹല്ലേലൂയ! എല്ലാ ജാതികൾക്കും, എല്ലാ വംശങ്ങൾക്കും, എല്ലാ ഗോത്രങ്ങൾക്കും, എല്ലാ രാജ്യങ്ങൾക്കും, എല്ലാ തലമുറയ്ക്കും വേണ്ടി, മരിച്ചുപോയവരാകട്ടെ, ജീവിച്ചിരിക്കുന്നവരും ജനിക്കാനിരിക്കുന്നവരാകട്ടെ, സകല ഗോത്രങ്ങൾക്കും വംശങ്ങൾക്കും തലമുറകൾക്കും വേണ്ടി പിതാവായ ദൈവം അവരുടെ അനർത്ഥങ്ങളിലും അവരുടെ അന്ധകാരത്തിലും അവർക്ക് രക്ഷ കൊടുക്കാൻ വേണ്ടി സ്വർഗം ഒരുക്കിയിരിക്കുന്ന രക്ഷയാണ് യേശു ക്രിസ്തു. ഈ യേശു എനിക്ക് നിങ്ങൾക്ക് രക്ഷയായി ഇന്ന് അനുഭവപ്പെടുന്നില്ലെങ്കിൽ അതിൻ്റെ ഒരു കാരണം യേശുവിനെ കുറിച്ച് ഞാനും നിങ്ങളും പുലർത്തിക്കൊണ്ടിരിക്കുന്ന അജ്ഞതയാണ്. അജ്ഞത. മറിച്ച് ബാക്കി പറഞ്ഞാൽ യേശുവിനെ കുറിച്ച് അജ്ഞത പുലർത്തുന്നത് അഭിമാനിക്കേണ്ട ഒരു വിഷയമാണെന്ന് ചിന്തിക്കരുത്. യേശുവിൻ്റെ സഭയെക്കുറിച്ചും യേശുവിൻ്റെ കൂദാശകളെക്കുറിച്ചും അറിയില്ല എന്ന് പറയുന്നത് അഭിമാനിക്കേണ്ട ഒരു വിഷയമല്ല. ഇതൊരു ഓപ്ഷണൽ സബ്ജക്റ്റ് അല്ല. ഞാനും നിങ്ങൾ അറിയേണ്ട വിഷയമാണിത്. ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 13-ാം അധ്യായത്തിൽ 8-ാമത്തെ തിരുലിഖിതം ജ്ഞാനം 13:8 വചനം പഠിപ്പിക്കുകയാണ്: എങ്കിലും അവർക്ക് ന്യായീകരണമില്ല. ഈ ലോകത്തെ ആരാഞ്ഞ് ഇത്രമാത്രം അറിയാൻ കഴിഞ്ഞെങ്കിൽ ഇതിൻ്റെ എല്ലാം ഉടയവനായ എന്നെ കണ്ടെത്താൻ വൈകിയത് എന്തുകൊണ്ട്? ഒരു ശാസന ദൈവത്തിൻ്റെ വചനം ദൈവമക്കൾക്ക് കൊടുക്കുകയാണ്. ഈ ലോകത്തെ ആരാഞ്ഞ് ഇത്രമാത്രം അറിയാൻ നിങ്ങൾക്ക് കഴിഞ്ഞെങ്കിൽ എന്തുകൊണ്ട് ഇതിൻ്റെ എല്ലാം ഉടയവനായ എന്നെ കണ്ടെത്താൻ നീ വൈകി? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ എത്ര പേരുടെ ഹൃദയത്തിൽ യേശുവിനെ ആത്മാർത്ഥമായി രക്ഷിതാവും കർത്താവുമായി ആരാധിക്കുന്നുണ്ട്?
യേശുവിനെ കുറിച്ച് ആത്മാർത്ഥമായി ദൈവം വെളിപ്പെടുത്തൽ എത്ര പേര് സ്വീകരിച്ചിട്ടുണ്ട്? യേശു എൻ്റെ രക്ഷയാണെന്നും യേശു ലോകത്തിനും എനിക്കും ഈ കാലഘട്ടത്തിനും രക്ഷയ്ക്ക് വേണ്ടി സ്വർഗം നൽകിയിരിക്കുന്നതാണെന്നും അറിഞ്ഞ് യേശുവിനെ ഹൃദയം കൊണ്ട് ആരാധിച്ച് ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് നീങ്ങാൻ വേണ്ടി ആത്മീയ ഉണർവ് പ്രാപിച്ച് എത്ര പേര് ഇതിനകത്തിരിക്കുന്നുണ്ട്? ചുരുക്കം 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 പേര്. എന്താ കാരണം? നമ്മളതിനെക്കുറിച്ച് കെയർ എടുക്കുന്നില്ല, ശ്രദ്ധ എടുക്കുന്നില്ല. ഐ ഡോണ്ട് കെയർ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിത്യനാശം ശിക്ഷയായി അനുഭവിച്ച് ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ സന്നിധിയിൽ നിന്ന് തിരസ്കരിക്കപ്പെടുമെന്ന് വിശുദ്ധ ലിഖിതത്തിൽ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. സ്ലീഹന്മാര് മാത്രം പറഞ്ഞതല്ല, നമ്മുടെ എല്ലാവരുടെ രക്ഷയാഗ്രഹിക്കുന്ന യേശു ക്രിസ്തു തന്നെ ഈ കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ വായിക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 3-ാമത്തെ തിരുലിഖിതം. യോഹന്നാൻ 17:3. ഏക സത്യദൈവമായ അങ്ങയെയും അവിടുന്ന് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. ഏക സത്യദൈവമായ അങ്ങയെയും അവിടുന്ന് അയച്ച യേശു ക്രിസ്തുവിനെയും അറിയുക എന്നതാണ് നിത്യജീവൻ. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള അറിവും നമ്മുടെ നിത്യജീവനും തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഈ യേശുവിനെ അറിയാത്തവര് നിത്യജീവന്റെ ആ ഒരു അനുഭവം ഇല്ലാതെ അരക്ഷിതാവസ്ഥയിലിരിക്കുന്നു. ഏക സത്യദൈവമായ അങ്ങയെയും അങ്ങയച്ച യേശു ക്രിസ്തുവിനെ അറിയുക എന്നതാണ് നിത്യജീവൻ. ഈ അറിയുക എന്നുള്ളത് തന്നെ ഇത് നമ്മൾ പാഠപുസ്തകത്തിൽ പഠിക്കുന്നത് പോലെയുള്ള ഒരു അറിവല്ല. പാഠപുസ്തകത്തിൽ പുസ്തകങ്ങൾ വായിച്ച് ബൈഹാർട്ട് ചെയ്യുന്ന പോലെ അല്ല യേശുവിനെ അറിയുക എന്ന് പറഞ്ഞാൽ. യേശു ക്രിസ്തുവിനെ അറിയുക എന്ന് പറഞ്ഞാൽ ആ വ്യക്തി ദൈവവുമായുള്ള ഐക്യത്തിൽ ആ വ്യക്തിയെ സ്വന്തമാക്കുന്ന പ്രക്രിയയാണ്. യോഹന്നാന്റെ 1-ാം ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 12-ാം തിരുലിഖിതം 1 യോഹന്നാൻ 5:12 അറിയുന്നതിന് വേറൊരു വേർഷൻ അവിടെ കൊടുത്തിരിക്കുകയാണ്. 1 യോഹന്നാൻ 5:12 വചനം പഠിപ്പിക്കുന്നു, ദൈവപുത്രനെ സ്വന്തമാക്കിയവൻ ജീവൻ സ്വന്തമാക്കിയിരിക്കുന്നു. ദൈവപുത്രനെ സ്വന്തമാക്കാത്തവന് ജീവനില്ല. ദൈവപുത്രനെ സ്വന്തമാക്കിയവൻ ജീവൻ സ്വന്തമാക്കിയിരിക്കുന്നു. ദൈവപുത്രനെ സ്വന്തമാക്കാത്തവന് ജീവൻ ഇല്ല. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. ഒരുപാട് വ്യക്തികൾ ഒത്തിരി വേദനിച്ച് പറയുന്ന കാര്യമുണ്ട്, എൻ്റെ അച്ഛാ സ്വയംഭോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു നിവൃത്തിയില്ല. ചില ആളുകൾ പറയുകയാണ്, ഇപ്പോൾ വയസ്സ് 90 പക്ഷെ സ്വയംഭോഗം വിട്ടുപോകണില്ല. വേറെ ചിലർ പറഞ്ഞെങ്ങനെയാണ്, എൻ്റെ അച്ഛാ മദ്യപാനത്തിൽ നിന്നൊരു മോചനവും ഇല്ല, രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, പറ്റണില്ല. ഇനിയും ചിലർ പറയണത് എങ്ങനെയായാലും ദിവസം 10,000 ഉറുപ്പിയുടെ ലോട്ടറി എടുക്കും. ലോട്ടറി എടുക്കണൊരു ബന്ധനായി, കുടിക്കുന്നത് ഇത്രയും ബന്ധനമില്ല, അതിനേക്കാൾ വലിയ ബന്ധനമാണ് ലോട്ടറി എടുക്കൽ. വേറെ ചിലർക്ക് ഹാൻപരാഗിൻ്റെ ഒക്കെ ഉപയോഗം, കീട സ്വഭാവങ്ങൾ. പ്രിയപ്പെട്ട ഇങ്ങനെ ഒരുപാട് തരത്തിലുള്ള അശുദ്ധി ഈ കാലഘട്ടത്തിൽ പലരെയും അങ്ങോട്ട് കയറി അങ്ങോട്ട് പൊതിഞ്ഞിരിക്കുകയാണ്. എന്നിട്ട് ഇതിനൊരു സൊല്യൂഷൻ അന്വേഷിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വിഷയത്തെക്കുറിച്ച് ദൈവസന്നിധി കുറേ കരഞ്ഞ് പ്രാർത്ഥിച്ചു. എന്താണ് ഈ മനുഷ്യന്മാരെല്ലാം കൂടി ഇങ്ങനെ പോണത്? നിങ്ങൾ ചിന്തിച്ച് നോക്ക്, ജഡികാസക്തി കൂടുകയാണോ കുറയുകയാണോ? എന്താ നിങ്ങളുടെ റീഡിങ് എന്താ ലോകത്തെക്കുറിച്ചുള്ള? ജഡികാസക്തി കൂടുകയാണോ കുറയുക? മദ്യപാനത്തോടുള്ള ആസക്തി കൂടുകയാണോ കുറയുകയാണോ? ജഡികാസക്തി. ഈ ലോകത്തിൽ ഏറ്റവും അധികം ഇൻകം ഉണ്ടാക്കുന്ന 2 ബിസിനസ്, ഒന്ന് ലഹരി വസ്തുക്കളുടെ ബിസിനസ്, ടുബാക്കോ, അതുപോലെ തന്നെ ലിക്കർ, ഇങ്ങനെയുള്ള ലഹരി വസ്തുക്കളുടെ വ്യവസായവും, വേറൊന്ന് ഈ നഗ്ന ചിത്രങ്ങളും ബ്ലൂ ഫിലിമും, അങ്ങനെയുള്ളൊരു ബിസിനസ് ഉണ്ട്. എന്താ പൊർണോഗ്രഫി പേര് പറയും. അപ്പോൾ അങ്ങനെ ഇത് 2 ബിസിനസ്സാണ് ഈ ലോകത്തിൽ കോടിക്കണക്കിന് ഉറുപ്പിക ലാഭം ഉണ്ടാക്കുന്ന ബിസിനസ്. അത് വിചാരിച്ച് ഇത് കഴിഞ്ഞ് അതിന് പോകരുത് കേട്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? അശുദ്ധിയുടെ പാപമാണ് ഇപ്പോൾ ലോകത്തിൽ പെരുകിക്കൊണ്ടിരിക്കുന്നത്.
മ്ലേച്ഛതയുടെയും വൃത്തികേടിന്റെയും പാപമാണ് ഇപ്പോൾ ലോകത്ത് പെരുകിക്കൊണ്ടിരിക്കുന്നത്. എന്താ അതിന്റെ കാരണം? റോമാലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 28-ാമത്തെ വാക്യത്തിൽ അതിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി കരുതിയത് നിമിത്തം അധമ വികാരത്തിനും അനുചിതമായ പ്രവൃത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു. ലോകത്തിൽ അധമ വികാരത്തിൻ്റെയും അനുചിതമായ പ്രവൃത്തികളുടെയുമായ ഒരു ജീവിത രീതി ഇന്ന് പ്രബലപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം ദൈവത്തെ അറിയാൻ വേണ്ടി ഉത്സാഹിക്കാത്തതിൻ്റെ പാപമാണ് അതിൻ്റെ പിന്നിൽ കിടക്കുന്നത്. നമ്മൾ മദ്യം നിരോധന പ്രവർത്തനം നടത്തിയാലും വീട്ടിൽ കിടന്ന് നിങ്ങൾ എത്രമാത്രം ഉപദേശിച്ചാലും ശരി, ഉപദേശം കൊണ്ട് ഈ തിന്മയുടെ വേരറ്റ് പോവുകയില്ല. ഹല്ലേലൂയ. ഇങ്ങനെയുള്ള അശുദ്ധിയുടെ തിന്മയുടെ വേരറ്റ് പോകണമെങ്കിൽ ദേശത്ത് ദൈവത്തെക്കുറിച്ചും യേശുവിനെ കുറിച്ചുമുള്ള അറിവ് വ്യാപരിക്കണം. ഹൃദയങ്ങൾ ദൈവത്തെ അംഗീകരിക്കാനും ഹൃദയം കൊണ്ട് യേശുവിനെ ആരാധിക്കാനും മനുഷ്യൻ മനസ്സ് വെക്കുമ്പോഴാണ് മ്ലേച്ഛതയുടെയും ദുർവൃത്തിയുടെയും കെട്ടുകളും ആധിപത്യങ്ങളും സമൂഹത്തിൽ ദുർബലപ്പെടുക. ഏതിടവകയിലാണോ യേശു ക്രിസ്തുവിനെ കുറിച്ച് പഠിപ്പിക്കാത്തത് ആ ഇടവകയിലെ ഇടവകാംഗങ്ങളുടെ മദ്യപാനം കൂടും. ജഡിക പാപത്തിന്റെ റേറ്റ് കൂടും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ഏതെങ്കിലും ഇടവകയിൽ രക്ഷിതാവായ യേശു ക്രിസ്തുവിനെ കുറിച്ചും ദൈവത്തെക്കുറിച്ചുമുള്ള ജ്ഞാനം കൊണ്ട് നിറയുന്ന ഇടവകയുണ്ടെങ്കിൽ, കുടുംബം ഉണ്ടെങ്കിൽ, അവിടെ മ്ലേച്ഛതയുടെ പാപം കുറയും. മ്ലേച്ഛത അവിടെ വേര് പിടിക്കില്ല. സന്മാർഗ ബോധനം അല്ല, യേശുവിനെ കുറിച്ചും ദൈവത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചുള്ള പ്രബോധനമാണ് ഹൃദയത്തിൽ നിറയേണ്ടത്. ഏറ്റവും പരമോന്നതമായ സന്മാർഗം ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനമാണ്. സങ്കീർത്തന പുസ്തകത്തിൽ 14-ാം അധ്യായത്തിൽ 1-ാമത്തെ തിരുലിഖിതം: മുകളിൽ ഒരു ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു, മ്ലേച്ഛതയിൽ മുഴുകി അവൻ നശിക്കുന്നു. മുകളിൽ ഒരു ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറഞ്ഞു. പറഞ്ഞ് ദൈവത്തെക്കുറിച്ചുള്ള യാതൊരു ദൈവത്തെക്കുറിച്ച് ഒരു അറിവും അവനില്ല. ബൈബിൾ പഠിപ്പിക്കുകയാണ്, മുകളിൽ ഒരു ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു, മ്ലേച്ഛതയിൽ മുഴുകി അവൻ നശിക്കുകയാണ്. ഹോസിയ പ്രവാചക പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ 6 മുതൽ വാക്യങ്ങൾ: എൻ്റെ ജനം അജ്ഞത നിമിത്തം നശിക്കുന്നു. ജനത്തിൻ്റെ നാശത്തിന് കാരണം അജ്ഞതയാണ് എന്ന് വചനം പഠിപ്പിക്കുകയാണ്. ഇന്നെന്താ പഠിപ്പിന് കുറവ് വല്ലതും ഉണ്ടോ? എന്തിനെ കുറിച്ചുള്ള അജ്ഞതയാണ് ജനത്തിനെ നശിപ്പിക്കുന്നത്? എന്താണ് അറിവെന്ന് പറയണത്? സുഭാഷിതങ്ങളുടെ പുസ്തകം 9-ാം അധ്യായം 10-ാം വാക്യത്തിൽ പഠിപ്പിക്കുക, പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ്. സുഭാഷിതം 9-ാം അധ്യായം 10-ാം വാക്യം, പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ്. നമുക്ക് പല കാര്യത്തെക്കുറിച്ചും അറിവ് ഇന്ന് ധാരാളമുണ്ട്. എന്നാൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ഇന്ന് മങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ദുർബലപ്പെടുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്തെ ഒത്തിരി കാര്യങ്ങൾ നമുക്കറിയാം. അത് ഒരു അറിവായിട്ട് ദൈവവചനം അംഗീകരിക്കുന്നില്ല. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 19-ാമത്തെ അധ്യായത്തിൽ നാം അതിനെക്കുറിച്ച് വായിക്കുന്നത് എങ്ങനെയാണ്? തിന്മയിലുള്ള അറിവല്ല. പ്രഭാഷകന്റെ പുസ്തകം 19-ാം അധ്യായം 22-ാം തിരുലിഖിതം: തിന്മയിലുള്ള അറിവല്ല. സുഭാഷിതം 9:10 പഠിപ്പിക്കുകയാണ്, പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ്. ഇങ്ങനെ ഒരു വ്യക്തി ദൈവത്തെക്കുറിച്ച് അറിയുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിലെ സകല പ്രശ്നത്തിലും അതിനുള്ള പരിഹാരം എന്താണെന്ന് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഈ ദൈവത്തിൻ്റെ അറിവ് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കും. ഹല്ലേലൂയ. എന്തു തന്നെ പ്രശ്നം വന്നാലും, തൊട്ട് മുമ്പുള്ള ക്ലാസ്സിൽ നമ്മൾ കേട്ടു, ഇതാ ഉപാധികളില്ലാതെ ഇടപെടുകയാണ്. കാർമേഘമില്ലാതെ മഴ പെയ്യ്ക്കുന്ന ദൈവം, തൊട്ടിയും പാളയില്ലാതെ വെള്ളം കൊടുക്കുന്ന കർത്താവ്. ദൈവത്തിൻ്റെതായ വഴികളുണ്ട്. ഏത് പ്രശ്നത്തിലും ദൈവം രക്ഷയായ ഒരു അനുഭവം ഉണ്ടാകണമെങ്കിൽ
ഈ ദൈവത്തെക്കുറിച്ചുള്ള ഒരു അറിവ് എൻ്റെയും നിങ്ങളുടെയും ഹൃദയത്തിൽ വേണം. ഇന്ന് കുടുംബത്തിലും ഇടവകയിലും തിന്മ കട്ട പിടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാന കാരണം യേശുവിനെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചുള്ള അറിവ് അവിടുന്ന് നിഷ്ക്രമിച്ചു പോയി. ആ അറിവ് പകർന്നു കൊടുക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. ഹല്ലേലൂയ. എഴുന്നേറ്റ് നിൽക്കാം. ഈ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവത്തെക്കുറിച്ചുള്ള അറിവ് കൊണ്ട് നിറയാൻ താല്പര്യമില്ലാത്ത വിധം മനസ്സിൽ അലസത കൊണ്ടുവരുന്ന എല്ലാ സ്വാധീനങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിക്കുകയാണ്. നിങ്ങൾ ചിന്തിച്ച് നോക്കി അറിയാം, പിള്ളേർ വളർന്നു വരുമ്പം ഒരിത്തിരി ആയി കഴിയുമ്പോഴത്തേനും ഈ അശുദ്ധിയുടെ പാപവും മ്ലേച്ഛതയും വന്ന് സ്പർശിച്ച് കഴിയുമ്പോൾ അവർക്ക് ആദ്യം നഷ്ടപ്പെട്ടു പോണത് ദൈവത്തോടുള്ള അടുപ്പമാണ്. ദൈവത്തെക്കുറിച്ച് അറിയാനുള്ള താല്പര്യമാണ്. കാറ്റഗിസം പഠിക്കാനുള്ള താല്പര്യം നഷ്ടപ്പെടും, കൂദാശകൾക്ക് പോകാനുള്ള താല്പര്യം നഷ്ടപ്പെടും, പ്രാർത്ഥിക്കാൻ പോകാനുള്ള താല്പര്യം നഷ്ടപ്പെടും, ധ്യാനത്തിന് പോകാനുള്ള താല്പര്യം നഷ്ടപ്പെടും, ടി വിയിൽ കൂടി ഒരു വചനപ്രഘോഷണം വന്നത് കേൾക്കാനുള്ള താല്പര്യം നഷ്ടപ്പെടും. ദൈവത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും പഠിക്കാനും ദൈവിക കാര്യങ്ങളിൽ കൂടുതൽ കൂടുതൽ പരിജ്ഞാനം നേടാനുമുള്ള ഉത്സാഹമാണ് അശുദ്ധി വന്ന് സ്പർശിക്കുമ്പോൾ ആദ്യം തന്നെ ഒരു വ്യക്തിയിൽ നിന്ന് വിട്ടുപോണത്. ഹല്ലേലൂയ. യോഹന്നാന്റെ 1-ാം ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 6-ാമത്തെ തിരുലിഖിതം വചനം പഠിപ്പിക്കുകയാണ്, ദൈവത്തെ അറിയുന്നവൻ ദൈവത്തിൻ്റെ വാക്ക് കേൾക്കാൻ ആഗ്രഹിക്കും. ഇന്ന് ദൈവത്തിൻ്റെ വാക്ക് കേൾക്കാൻ ധ്യാനം കൂടാൻ ആഗ്രഹമില്ലെങ്കിൽ എൻ്റെ അർത്ഥം എന്താ? ദൈവത്തെക്കുറിച്ചുള്ള അറിവില്ലാത്ത വെറും ജഡം മാത്രം. ആ മനുഷ്യൻ എന്ന് പറഞ്ഞ ജഡം മാത്രം. അതുകൊണ്ട് ദൈവത്തോടുള്ള കാര്യങ്ങൾ താല്പര്യമില്ല. ദൈവത്തെ അറിയുന്നവൻ ദൈവത്തിൻ്റെ വാക്ക് ശ്രവിക്കാൻ ആഗ്രഹിക്കും. ദൈവത്തിനെ കുറിച്ച് അറിവില്ലാത്തവൻ ദൈവത്തിൻ്റെ വാക്ക് ശ്രവിക്കുന്നില്ല. ഇതുവഴി സത്യത്തിൻ്റെ ആത്മാവിനെയും അസത്യത്തിൻ്റെ ആത്മാവിനെയും നമുക്ക് തിരിച്ചറിയാം. വേറെ വാക്കി പറഞ്ഞ എന്താ അർത്ഥം എന്നറിയോ? ഈ ലോകത്തിലെ എല്ലാ മനുഷ്യരും 2 ഗണമായിട്ട് തിരിച്ചിരിക്കുകയാണ്. ചിലരിൽ സത്യത്തിൻ്റെ ആത്മാവുണ്ട്, അവർക്ക് ദൈവത്തെക്കുറിച്ചുള്ള അറിവും ദൈവത്തോട് താല്പര്യം ഉണ്ടായിക്കൊണ്ടിരിക്കും. വേറെ ചിലരിൽ അസത്യത്തിൻ്റെ ആത്മാവിരിക്കുന്നു, അവർക്ക് ദൈവത്തെക്കുറിച്ച് അറിവിനെക്കുറിച്ച് താല്പര്യമില്ല, ദൈവത്തിൻ്റെ വാക്ക് കേൾക്കാനും താല്പര്യമില്ല, അത് വിശ്വസിക്കാനും പറ്റില്ല. അവിശ്വാസ ചിന്ത സദാ പീഡിപ്പിക്കും, അതിനെ കുറ്റം പറയും, നാവെടുത്ത് അതിനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ കുറ്റം പറയാനും വിമർശിക്കാനും ദുഷിക്കാനും നിന്ദിക്കാനും എപ്പോഴും പ്രേരണയുള്ള ഒരു മകനോ മകളാണോ നീ എങ്കിൽ നീ ഇന്നൊരു കാര്യം മനസ്സിലാക്കണം. എഴുതപ്പെട്ട വചനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് വ്യക്തമായി പഠിപ്പിക്കുകയാണ്, അസത്യത്തിൻ്റെ ആത്മാവ് കൊടികുത്തി വാഴുന്നൊരു ഹൃദയമാണ് നിൻ്റെ ഹൃദയം. അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് ശ്രവിക്കാനും പഠിക്കാനും നിന്റെ കഴിവ് നഷ്ടപ്പെട്ടു പോയി. അതുകൊണ്ട് ദൈവത്തിൽ നിന്ന് പഠിക്കാനും ശ്രവിക്കാനുമുള്ള കഴിവ് നഷ്ടപ്പെട്ടാൽ അതിനെ സദാ ദുഷിച്ചു കൊണ്ടിരിക്കുന്ന ആത്മാവ് പ്രവർത്തനം നിരതമാവും. ഇത് ഒരേ കുടുംബത്തിൽ തന്നെ ഇതുണ്ടാവും. സത്യത്തിൻ്റെ ആത്മാവുള്ളവരും അസത്യത്തിൻ്റെ ആത്മാവുള്ളവരും ഒരേ കുടുംബത്തിൽ തന്നെ ഉണ്ടാവും. സത്യത്തിൻ്റെ ആത്മാവുള്ളവരും അസത്യത്തിൻ്റെ ആത്മാവ് ഒരേ സംഘടനയിൽ, ഒരേ ഇടവകയിൽ, ഒരേ കൂട്ടായ്മയിൽ തന്നെ ഉണ്ടാവും. തിരിച്ചറിയണം സഹോദരങ്ങളെ. ഈ നിമിഷങ്ങളിൽ നമ്മൾ 2 കരങ്ങൾ ഉയർത്തുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൽ നിന്ന് ശ്രവിക്കാനും പഠിക്കാനുമുള്ള ഒരു ആഗ്രഹം ഉണ്ടായതുകൊണ്ടാണ് ഇന്ന് നമ്മളിവിടെ എത്തിയത്. എന്നാൽ അസത്യത്തിൻ്റെ ആത്മാവുള്ള ആളുകൾ ലോകത്തിലുണ്ട്. ചിലപ്പോൾ അവരിൽ നമ്മളിലേക്കും ആ ഒരു സ്വാധീനം കടന്നു വരാം. നമ്മുടെ കുടുംബത്തിൽ ചിലപ്പോൾ അങ്ങനത്തെ ആളുകളുണ്ടായിരിക്കാം. എന്തായാലും ശരി, ദൈവത്തിൽ നിന്ന് ശ്രവിക്കാനും പഠിക്കാനും തടസ്സമുണ്ടാക്കും. ദൈവത്തിനെ കുറിച്ച് അജ്ഞത പുലർത്തുന്നതിനെക്കുറിച്ച് അതിനെക്കുറിച്ച് ഒരു തെറ്റും തോന്നാതിരിക്കുന്ന ആളുകളിൽ നിന്ന് അസത്യത്തിൻ്റെ ആത്മാവിൻ്റെ പീഡ വിട്ടുപോകാൻ വേണ്ടി ഇവ പ്രാർത്ഥിക്കുകയാണ്. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. പോരാ പോരാ, മനസ്സ് തുറന്ന് സ്തുതിക്കട്ടെ. യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായത്തിൽ 7 മുതലുള്ള തിരുലിഖിതങ്ങളിൽ പഠിപ്പിക്കുന്നു, ദൈവത്തോട് ചേർന്ന് നിൽക്കുക, അവിടുന്ന് നിങ്ങളോടും ചേർന്ന് നിൽക്കും. പിശാചിനെ എതിർത്ത് നിൽക്കുക, അവൻ നിങ്ങളിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോകും. അസത്യത്തിന്റെ ആത്മാവിനെ എതിർത്ത് നിൽക്കുക, അവൻ നിങ്ങളിൽ നിന്ന് വിട്ടകന്നു പോകും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാലങ്ങളായി പീഡിപ്പിച്ചുകൊണ്ട് ദൈവത്തിനെ കുറിച്ച് അറിവിൽ നിന്ന് വ്യതിചലിപ്പിക്കുന്ന ദുരാത്മാവേ, യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, വ്യക്തികളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും വിട്ടൊഴിഞ്ഞു പോവുക.
സാധാന്യ ശക്തികളെ ഓടിപ്പോകും നമ്മെ വിട്ടുപോകും ദൈവത്തിൻ വചനമിത് ഓടിപ്പോകും നമ്മെ വിട്ടുപോകും ദൈവത്തിൻ വചനമിത് ശത്രുവിൻ കോട്ടകൾ യേശുവിൻ ജയക്കൊടിയെ യേശുവിൻ നാമത്തിനാ തകരട്ടെ ശത്രുവിൻ കോട്ടകൾ യേശുവിൻ ജയക്കൊടിയെ യേശുവിൻ നാമത്തിനാ എതിർപ്പിന്റെ തിന്മയുടെ ശ്വാസ ചിന്തകളെ എതിർപ്പിന്റെ തിന്മയുടെ അവിശ്വാസ ചിന്തകളെ യേശുനാമത്തിൽ കൽപ്പിക്കുന്നു വിട്ടുപോരാ യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു വിട്ടുപോ